പക്ഷെ ഇതൊക്കെ യൂട്യൂബിലായിക്കോട്ടെ നമ്മൾ DVD-ലൊക്കെ കാണുമ്പോൾ ഇത് നമുക്ക് പ്രേക്ഷകർ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മൂവീസ് ആണ് ഇതൊക്കെ. പക്ഷെ ഇത് തിയേറ്ററിൽ അത്ര വിജയം ആവാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ സമയമായിരിക്കും. എനിക്കറിയില്ലടാ, എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സമയമായിരുന്നു. പിന്നെ എന്റെ ഏറ്റവും വലിയ അന്നത്തെ ഭാഗ്യം, അന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇപ്പൊ ചിലർ, ഞാൻ രാത്രി ഞെട്ടിയൊക്കെ എഴുന്നേക്കാറുണ്ട്, ഓരോരുത്തരുടെ മുഖമൊക്കെ ഓർമ്മ വന്നിട്ട് പടം ഇറങ്ങുമ്പോ ഇവരൊക്കെ കൊല്ലും. ആരുടെ മുഖം പെട്ടെന്ന് ഓർമ്മ വരുന്നു? അയ്യോ എത്ര ആരൊരു പേടി സ്വപ്നം? കോക്കാണോ? പിന്നെ ആരാ? അയ്യോ എനിക്ക് എല്ലാവരുടെയും മോഡുലേഷൻ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇവരുടെ സൗണ്ട് തുടങ്ങുമ്പോ തന്നെ എനിക്ക് ടെൻഷൻ, എന്തായിരിക്കും ഇവര് പറയുമ്പോ. എപ്പോഴും ഫ്രണ്ട്സ്, എന്റെ സിനിമ ഇറങ്ങുമ്പോ എന്റെ കോളേജ് ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് ഇഷ്ടം പോലെയാണ്. അപ്പൊ ഇവരൊക്കെ ഞാൻ വിളിച്ചെടുത്തു, ഇവരൊക്കെ ഞാൻ ഇങ്ങനെ ചുറ്റുവരുത്തും. ഫുൾ പടം കഴിയുമ്പോ എങ്ങനെ ഉണ്ടടാ. പിന്നെ ഞാൻ ആ ടോപ്പിക്കേ വിടും, ഇവരിവിടെ ചില്ലിയാന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഇനി എനിക്ക് നല്ല ടെൻഷനാണ്, ഈ റിവ്യൂ ഒക്കെ വന്ന് തുടങ്ങുമ്പോ അത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ കുറച്ച്. പിന്നെ മെയിൻ ഒരു കാര്യം, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാര്യം ഇങ്ങനെ ഇവര് തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇവരുള്ളപ്പോ നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ.